നേഹ സർ ഇതുപോലെ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു തരണം കേട്ടോ. എയർപോർട്ടിലൊക്കെ വെച്ച് വാങ്ങിക്കാൻ സർ. ചിക്കൻ കറി ഒന്നും ഇല്ലെങ്കിലും ഫിഷ് കറി ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. മട്ടൻ അല്ലേ എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണം അല്ലേ നോക്കൂടെ. ഈ അണ്ണാച്ചിയെ മാത്രം ഇങ്ങനെ പരിപോഷിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അണ്ണാ പൈസ കൊടുത്തോ ഞാനാ പൈസ. പൈസ എം ജി സാറിന് ഇഷ്ടം ഫിഷ് കറി അല്ലേ സർ? എനിക്കല്ലേ ഇഷ്ടം. ഏറ്റവും ഇഷ്ടം എന്താണ് സർ? ചീര. ഇന്നലെ അതായിരുന്നു 1 കിലോ തിന്നത്. ഇവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, എന്ത് പറഞ്ഞാലും. സാറിന് അവിടെ തോട്ടമുണ്ട്, അവിടെ നല്ല അസല് ചീര കിട്ടി സാർ. അയ്യോ അങ്ങനെ തോട്ടമൊന്നുമല്ല, പറമ്പാ. എന്നാലും പറമ്പാണല്ലോ. ഒരു 5 ഏക്കർ ചീര കഴിച്ചൊന്ന് പച്ച കൊതിപ്പിച്ചോളൂ ഞങ്ങളെ. പച്ച ചീരയുണ്ട് അവിടെ ഇഷ്ടം പോലുണ്ട്. അത് നമ്മൾ വളർത്തുന്നതൊന്നുമല്ല, വളർന്നു വരുന്ന. തെലുങ്കല്ല ജാനകിയമ്മ. ജാനകിയമ്മ ഈ മലയാള ഭാഷ പറയുന്നത് എന്ത് രസമായിട്ടാണ്, എന്ത് സുഖമായിട്ടാണ്. ജാനകിയമ്മയ്ക്ക് അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആ സമയത്തൊക്കെ കുറച്ച് കീബോർഡ് മെനക്കെട്ടിരുന്ന് വായിക്കുന്ന സമയമുണ്ട്. അപ്പോൾ അമ്മ വന്നപ്പോഴാണ് ഞാനൊരു അമ്മയുടെ പാട്ടിൻ്റെ ചില പോർഷൻസ് ഒരു സിത്താറും ഒരു ഫ്ലൂട്ടും. അന്ന് പൈസ ഇല്ല, വേറെ അണ്ണൻ പറഞ്ഞ പോലെ പൈസ ഇല്ല. അപ്പോൾ അത് ഞാൻ തന്നെ ഇതിനകത്തിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അമ്മ കണ്ടിട്ട് ഇപ്പോഴും അമ്മയുടെ മനസ്സിൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള പിന്നെ ഉള്ളു ശരത് அந்த കീബോർഡ് ചെമ എപ്പടി വായിച്ചേ നീ എന്ന് പറഞ്ഞു. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ജാനകിയമ്മെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേറെ എവിടോ ആണ് നമ്മുടെയൊക്കെ മനസ്സിൽ. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, അത്ര ഉയരങ്ങളിലാണ്. കാര്യം ഇത്ര മനോഹരമായിട്ട് ഓരോ രാജാസാറിൻ്റെ പാട്ടുകൾ, ഇത്രയും പാട്ടുകൾ, ആ കോമ്പസിഷൻ ഒരു ജീവൻ വന്നത് ജാനകിയമ്മ പാടിക്കൊണ്ട് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സെന്തൂരപ്പൂവെ തൊട്ട് പിടിക്കാൻ നമുക്ക് എത്ര പാട്ടുകൾ, എൻ്റെ ദൈവമേ പറഞ്ഞോണ്ടിരിക്കും. ജാനകിയമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ, ജാനകിയമ്മയെ ഭയങ്കര ഉഗ്രനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ചാന്തുപൊട്ടിൽ ആഴക്കടലിൻ്റെ എന്ന് പറഞ്ഞ പാട്ട്, അത് ഉഗ്രനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, വിനീത് ശ്രീനിവാസൻ. അപ്പൊ വിനീത് എന്തായാലും കാണുമ്പോൾ നമുക്ക് പിടിക്കാം. അതെ അവനത് ഇപ്പൊ ചെയ്യുമെന്നറിയില്ല. ആ സമയത്തൊക്കെ ഇത് ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ പാടുമായിരുന്നത്. ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ചോദിച്ചില്ലെങ്കിലും അങ്ങോട്ടേക്ക് എടാ ജാനകിയമ്മയുടെ വോയിസ് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പാടിക്കൊടുക്കും. അടിപൊളി. എങ്ങനെയുണ്ട് നിങ്ങളുടെ ടീം? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഇപ്പുറത്തെ ടീം എങ്ങനെയുണ്ട്? അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. കേട്ടോ സഞ്ജയ്? എന്ത് പറയാനത്, അത്ര പോരാ. ഇത്ര നേരം കണ്ടില്ലേ, ഹന അങ്ങനെ പറഞ്ഞു അത്ര പോരാന്ന് നിങ്ങളുടെ ടീം. പറഞ്ഞു കൊടുക്കാൻ കിടക്കും തരില്ല. ഞങ്ങൾ ഇവിടെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ കഴിവ്. ഇത് എല്ലാവർക്കും പ്രൂവ്ഡ് ആണ് ഞങ്ങളുടെ ടീം എന്താണെന്ന്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട് കോമ്പറ്റീഷൻ. എന്നാലും ശിവാനി നിന്നെ തകർക്കുന്ന ഒരു സംഭവിച്ചു കേട്ടോ. അതാ ഞങ്ങള് പ്രൂവ് ചെയ്തിട്ടിരിക്കാന്ന്. ഇനി ഒന്നും മിണ്ടണ്ട, അതിന്റെ അർത്ഥം അതാ. വെരി ഗുഡ്. ഓക്കെ.